നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇനി ഇങ്ങനെ സ്വയം ഒരുങ്ങാൻ ഞാൻ സമ്മതിക്കില്ല. ഇന്ന് പകല് എന്റെ അമ്മ എന്നോട് ചിലത് പറഞ്ഞു. പരമമായ ചില സത്യങ്ങൾ. സത്യാമ്മയും ശാരദാമ്മയും ഇന്നും എനിക്ക് എന്റെ സ്വന്തം അമ്മമാര് തന്നെയാ. പിന്നീട് അടിപിടി വഴക്കുകളും കൂടി കണ്ടും കാണാതെയും കൊണ്ടും കൊടുത്തു നമ്മൾ പ്രണയിച്ചു കിടന്നൊരു കാലം ഉണ്ടായിരുന്നു. അന്നത്തെ ശാലിനിയെ വീണ്ടും കാണാൻ കുതിച്ചിട്ടാ ഞാൻ വന്നത്. എന്താണ് തനിക്ക് വേണ്ടത്? പിന്നെ ഒരു കാലത്ത് വിഷ്ണു വിവാഹം കഴിച്ചൊരു ശാലിനിയുണ്ട്. സുഖത്തിലും ദുഃഖത്തിലും വറുതിയിലും കെടുതിയിലും എന്റെ കയ്യിൽ നിന്നും പിടിവിടാതെ ഒപ്പം നടന്ന ഭാര്യയായ ശാലിനി. എനിക്ക് അവളോടൊന്നും മനസ്സോർന്ന് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. അതിനാണ് ഞാൻ വന്നത്. അതിന് സമ്മതമാണെങ്കിൽ മാത്രമേ ഞാൻ അകത്തേക്കുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോഴേ തിരിച്ചു പോവാ. ഞാൻ അകത്തേക്ക് വാ. തെളിഞ്ഞു തന്നെ കാണാൻ ഒരുപാട് തവണ ഇവിടെ വന്ന ഓർമ്മകളാണിപ്പോ. രാത്രി ആയതുകൊണ്ടും അടുപ്പണഞ്ഞുകൊണ്ടും ചായ ചോദിക്കുന്നില്ല. ഒരു ഗ്ലാസ് വെള്ളം തരാൻ പറ്റുമോ കുടിക്കാൻ? വിഷ്ണുവേട്ടാ, ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ലേ? ഒരു പ്രതികരണവുമില്ലല്ലോ മുഖത്ത്. ഒരു വാക്കും മിണ്ടുന്നുമില്ല. ഇതാണ് സ്വയം കത്തി ദീപാരാധന നടത്തിയതിന്റെ പൊള്ളൽപ്പാട്. പൊന്നി വിളിച്ച് പറഞ്ഞിരുന്നു. ചില പുരുഷന്മാരുടെ ജന്മോതി അങ്ങനെയാണ്. ഭാര്യയ്ക്കും പെറ്റമ്മയ്ക്കും ഇടയിൽ കിടന്നുള്ള പൊള്ളലേൽക്കൽ. ഇരുവർക്കും അവരുടേതായിട്ടുള്ള ന്യായപ്രമാണങ്ങൾ കാണും. നടുക്ക് നിൽക്കുന്ന പുരുഷന് മെഴുകുതിരി പോലെ സ്വയം ഉരുകാനേ സാധിക്കൂ. ഇല്ല വിഷ്ണുവേട്ടാ, ഇനി ഇങ്ങനെ സ്വയം ഒരുങ്ങാൻ ഞാൻ സമ്മതിക്കില്ല. ഇന്ന് പകല്
എന്റെ അമ്മ എന്നോട് ചിലത് പറഞ്ഞു. പരമമായ ചില സത്യങ്ങൾ. സത്യാമ്മയും ശാരദാമ്മയും ഇന്നും എനിക്ക് എന്റെ സ്വന്തം അമ്മമാര് തന്നെയാ. ഒരുപക്ഷെ എന്റെ ചില തെറ്റായ നയങ്ങളും തീരുമാനങ്ങളുമാണ് നമ്മുടെ ജീവിതം തകിടം മറിച്ചാൻ തോന്നുന്നു. എനിക്കത് ഇനിയെങ്കിലും ഒന്ന് തിരുത്തണം. അതാ വിഷ്ണുട്ടം വരുമ്പോ തുറന്നു പറയാൻ ഞാൻ കാത്തിരുന്ന്. ഇന്നത്തെ ശാലിനി തെറ്റ. എനിക്കത് തിരുത്തണം. അപ്പോഴേ പച്ചമാംസം കത്തിയ ഈ ത്യാഗത്തിന് പരിഹാരമാവും. താനിപ്പോ കവിളി ചേർത്ത് പിടിച്ച ഈ പാട് ഒരിക്കലും മായരുതെന്ന ഇപ്പൊ എന്റെ ആഗ്രഹം. കാരണം താൻ സ്വയം മാത്രമല്ല, ഇവിടെ തെറ്റെയ്തതിന്റെ വലിയൊരു പാപഭാരം എന്റെ ചുമലിലുണ്ട്. ചേടാ, ശാരദ എന്താ ഈ കട തുറന്നു മലർത്തിയിട്ടിരിക്കുന്നേ? ലൈറ്റ് ഉണച്ചിട്ടില്ലല്ലോ. ഇവനിതെപ്പോ വന്നു? ഇതങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. വീണ്ടും ഒരു വിവാഹം കഴിച്ചൊരു പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നോന്ന് നിങ്ങളെല്ലാരും കരുതുന്ന വലിയൊരു തെറ്റ്. അത് തിരുത്തി പറയാനും ക്ഷമ ചോദിക്കാനും കൂടിയാ ഞാൻ തന്നെ കാണണമെന്ന് ആവശ്യപ്പെട്ടത്. തിരുത്തി പറയാനോ എന്ന് പറഞ്ഞ? അതെ, കാർത്തിക എന്ന് പറയുന്ന അല്ല, ഇതാര്? സത്യഭാമയുടെ സൽപുത്രന് എന്താ പാത്തും പതുങ്ങിയ ഒരു കള്ളനെ പോലെ ചായക്കടയ്ക്കകത്ത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.